പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിൽ 45 മണിക്കൂർ ധ്യാനം. രാജ്യത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 8 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങൾ ശനിയാഴ്ച ബൂത്തിലേക്ക്. കൊച്ചിയിൽ ബസ്സിനുള്ളിൽ യുവതി അപമാനിക്കാൻ ശ്രമം. നേപ്പാൾ സ്വദേശി മേഘ ബഹദൂർ പിടിയിൽ. സംഭവം എറണാകുളം കലൂരിൽ. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. കൊല്ലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് സൗത്ത് കടപ്പുറത്ത് 7 മത്സ്യത്തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റു. സ്വർണ്ണക്കടത്തിൽ ശശി തരൂർ എംപിയുടെ PA കസ്റ്റംസ് പിടിയിൽ. ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേർ പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ. 500 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. അറസ്റ്റ് ഞെട്ടിച്ചെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ശശി തരൂർ. വീണ വിജയന്റെ കമ്പനിയുടെ വിദേശ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണമില്ല. കമ്പനിക്കെതിരെ നിലവിൽ SFIO അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. ഷോൺ ജോർജ് നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. 1 വർഷത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കണം. കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഒരു മതത്തിനും സർക്കാർ ഭൂമി കയ്യേറി ആരാധന നടത്താൻ അനുമതിയില്ലെന്ന് നിരീക്ഷണം. പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങി. വളാഞ്ചേരി CIക്കും SIക്കുമെതിരെ കേസെടുത്തു. നടപടി CI സുനിൽ ദാസ്, SI ബിന്ദുലാൽ, സഹായി അസൈനാർ എന്നിവർക്കെതിരെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങി. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് ധ്യാനം. മോദി 45 മണിക്കൂറാണ് ധ്യാനമിരിക്കുന്നത്. വിശദാംശങ്ങൾ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നമിത നാരായണൻ നൽകും. നമിത, അവസാന ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ശനിയാഴ്ച ബൂത്തിലെത്തുന്നു. ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം.